നമസ്കാരം. വിശദമായ വാർത്തകളിലേക്ക്. അന്നപൂരണി എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മാപ്പ് പറഞ്ഞ് തെന്നിന്ത്യൻ താരം നയൻതാര. ശ്രീറാം എന്ന തലക്കെട്ടിൽ സമൂഹമാധ്യമമായ ഇൻസ്റ്റഗ്രാമിൽ എഴുതിയ പോസ്റ്റിലാണ് മാപ്പ് പറഞ്ഞത്. ഒരിക്കലും ആരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നാണ് കുറിപ്പ്. അന്നപൂരണിക്ക് പിന്നിലെ ഉദ്ദേശം ഉന്നമനവും പ്രചോദനവുമാണെന്നും വേദനിപ്പിക്കുകയല്ലെന്നും കുറിപ്പിലുണ്ട്. മനേഷ് മൂർത്തി ചേരുന്നു വിവരങ്ങളുമായി. മനേഷ് മൂർത്തി, എന്താണ് ഈ പോസ്റ്റിൽ നയൻതാര വിശദീകരിക്കുന്നത്? അരുണ, ഈ ഹൈന്ദവ സംഘടനകൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് OTT പ്ലാറ്റ്ഫോമിൽ നിന്നും OTT റിലീസിൽ നിന്നും ഈ ചിത്രത്തെ കഴിഞ്ഞ ദിവസം ഒഴിവാക്കിയത്. അതിനുശേഷമാണ്, അതിന് പിന്നാലെയാണ് എന്തായാലും നയൻതാരയുടെ ഭാഗത്തു നിന്നും ഈ രീതിയിലുള്ള ഒരു കുറിപ്പ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ പറയുന്നത്, അന്നപൂരണി എന്ന് പറയുന്ന സിനിമ പ്രചോദനമാകുന്ന രീതിയിൽ എടുത്ത ഒരു സിനിമയാണ്. ആരുടെയും വികാരത്തെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒന്നും തന്നെ എതിർക്കുന്നതോ അവരെ വ്രണപ്പെടുത്തണമെന്നോ ഉദ്ദേശിച്ചുകൊണ്ടല്ല ഈ രീതിയിൽ ഒരു ചിത്രം നിർമ്മിച്ചത്. പക്ഷേ അത് പലർക്കും ബുദ്ധിമുട്ടുണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും അതിന് മാപ്പ് അപേക്ഷിക്കുന്നു എന്നുള്ളതാണ് ജയ് ശ്രീറാം എന്ന തലക്കെട്ടിൽ എഴുതിയ കുറിപ്പിൽ എന്തായാലും നയൻതാര ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രചോദനകരമായ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു സിനിമയാണ്. ഏറ്റവും പ്രധാനം, എല്ലാ ഒബ്സ്റ്റക്കിൾസിനെയും എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് ജീവിതത്തിൽ വിജയം നേടുന്ന ഒരു സ്ത്രീയുടെ കഥയാണ് ആ സിനിമ പറയുന്നത്. അത് മാത്രമാണ് ഉദ്ദേശിച്ചതും. പക്ഷേ അത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾക്ക് മാപ്പപേക്ഷിക്കുന്നു എന്നുള്ളതാണ് നയൻതാരയുടെ കുറിപ്പിൽ പറയുന്നത്. എന്തായാലും അത് OTT പ്ലാറ്റ്ഫോമിൽ നിന്നും നീക്കം ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും എന്തായാലും കുറിപ്പിൽ പറയുന്നുണ്ട്. അരണ്യ. ശരി. അന്നപൂരണി സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ നയൻതാര മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത്. ജയ് ശ്രീറാം എന്ന തലക്കെട്ടിൽ എഴുതിയ പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. തിരക്കേറിയ സ്ഥലങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കി സൗദി പബ്ലിക് ഹെൽത്ത് അതോറിറ്റി. പകർച്ചവ്യാധികളെ തടയുന്നതിന്റെ ഭാഗമായാണ് നിർദ്ദേശം. പകർച്ചവ്യാധി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായാണ് സൗദി പബ്ലിക് ഹെൽത്ത് അതോറിറ്റിയായ വിഖായയുടെ നിർദ്ദേശം. നമ്മെയും മറ്റുള്ളവരെയും രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ തിരക്കുള്ള സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കണമെന്ന് അതോറിറ്റി നിർദ്ദേശിച്ചു. പ്രത്യേകിച്ച് ശൈത്യകാലത്ത് മാസ്ക് ധരിക്കേണ്ടതിന്റെ പ്രാധാന്യം അതോറിറ്റി എടുത്തു പറഞ്ഞു. മാസ്ക് ധരിക്കുന്നത് കോവിഡിനും അതിന്റെ വകഭേദങ്ങൾക്കു മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ല. എല്ലാ പകർച്ചവ്യാധികൾക്കും ഇത് ബാധകമാണെന്ന് വിഖായ പ്രതിനിധി ഡോക്ടർ ഇമാദൽ മുഹമ്മദി പറഞ്ഞു. വിട്ടുമാറാത്ത രോഗമുള്ളവർ, പ്രായമായവർ, ഗർഭിണികൾ, പ്രതിരോധശേഷി കുറഞ്ഞവർ, ആശുപത്രി സന്ദർശിക്കുന്നവർ തുടങ്ങിയവർ മാസ്ക് ധരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഹെൽത്ത് അതോറിറ്റി എടുത്തു പറഞ്ഞു. 24 ജിദ്ദ. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ പ്രവാസി ഫുട്ബോൾ കൂട്ടായ്മയായ ഖാലിദിയ സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ദിമാ ടിഷ്യൂ ഖാലിദിയ ഗോൾഡ് കപ്പ് ഫുട്ബോൾ മേളയ്ക്ക് നാളെ തുടക്കം. ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് മത്സരം. 14 പ്രമുഖ ടീമുകൾ പങ്കെടുക്കും. ജുബൈൽ ഹൈവേയിലെ അൽത്തറജ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ദ വിന്റർ ഹീറ്റ് എന്ന പേരിലാണ് മത്സരം സംഘടിപ്പിക്കുക. ഉദ്ഘാടന ദിവസമായ നാളെ 3 മത്സരങ്ങൾ നടക്കും. കാസർഗോഡ് സ്വദേശി ഖത്തറിൽ വാഹനാപകടത്തിൽ മരിച്ചു. മേൽപ്പറമ്പ് സ്വദേശി റംഷാദാണ് മരിച്ചത്. KMCC ഖത്തർ ചേമനാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. റംഷാദ് സഞ്ചരിച്ച കാർ ട്രക്കുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കുവൈറ്റിൽ 2020 മുൻപ് താമസ നിയമം ലംഘിച്ച് അനധികൃതരായി തങ്ങുന്ന വിദേശികൾക്ക് നിശ്ചിത പിഴയടച്ച് താമസം നിയമപരമാക്കാൻ ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകി. ഇന്ത്യക്കാരുൾപ്പെടെയുള്ള നിരവധി വിദേശികൾക്ക് ഗുണം ചെയ്യുന്നതാണ് പുതിയ തീരുമാനം. റെസിഡൻസ് പെർമിറ്റ് കാലഹരണപ്പെടുകയോ റെസിഡൻസ് പെർമിറ്റ് ഇല്ലാതിരിക്കുകയോ ചെയ്ത വിദേശികളെ നാടുകടത്തണമെന്ന 2020 ഉത്തരവ് റദ്ദാക്കും. ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ഉന്നത വൃത്തങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അനധികൃതമായി കഴിയുന്ന വിദേശികൾ പിഴ അടച്ച് രസീത് ജോലി ചെയ്ത സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന ഗവർണറേറ്റിലെ ബന്ധപ്പെട്ട വിഭാഗത്തിൽ ഹാജരാക്കണം. കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളികളുടെ ഇഖാമ മാറ്റം ഇനി മുതൽ സഹൽ ആപ്പ് വഴി നടത്താം. പുതിയ സേവനം പുറത്തിറക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഗാർഹിക തൊഴിലാളികൾക്ക് ഒരു സ്പോൺസറിൽ നിന്ന് മറ്റൊരു സ്പോൺസറുടെ കീഴിലേക്ക് സഹൽ ആപ്പ് വഴി ഇഖാമ മാറുവാൻ സാധിക്കും. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ എക്സാലോജിക് കമ്പനിക്കെതിരായ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിനെ രാഷ്ട്രീയമായി പ്രതിരോധിച്ച് CPIM. ഇഡിയുടെയും CBIയുടെയും അന്വേഷണത്തിനുള്ള നീക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നാണ് നേതാക്കളുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പിൽ CPIM BJPയെ സഹായിക്കുന്നതോടെ നിലവിലെ അന്വേഷണം വഴിമുട്ടുമെന്നാണ് UDF നേതാക്കൾ ആരോപിക്കുന്നത്. കരിമണൽ കമ്പനിയായ CMRLുമായി ബന്ധപ്പെട്ട എക്സാലോജിക്കിന്റെ ഇടപാടുകൾ ദുരൂഹമാണെന്നാണ് ROC റിപ്പോർട്ട്. രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണങ്ങളെ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം.
എക്സാലോജിക്ക് രേഖകൾ ഹാജരാക്കിയില്ലെന്ന ROC റിപ്പോർട്ടിലെ പരാമർശങ്ങൾ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ തള്ളി. ആദ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ കൃത്യമായൊരു അന്വേഷണം നടത്തട്ടെ. ഏത് അന്വേഷണമായാലും ഞങ്ങൾക്ക് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. ROC റിപ്പോർട്ട് ആയുധമാക്കുമ്പോഴും കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിന് വിശ്വാസ്യതയില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. കോടതിയുടെ മേൽനോട്ടത്തിൽ CBIയോ EDയോ അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിൻ്റെ പ്രൊവിഷനിൽ വന്നാൽ അത് അന്വേഷിക്കേണ്ടത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ പരിധിയിൽ വന്നാൽ അത് അന്വേഷിക്കേണ്ടത് CBI ആണ്. അപ്പോൾ CBIയും EDയും അന്വേഷിക്കേണ്ട കേസാണ് ഇത് എന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കും. ലാവ്ലിൻ കേസ് പോലെ എക്സാലോജിക്കിനെതിരായ അന്വേഷണവും ഫ്രീസറിലേക്കാണ് പോകുന്നതെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പ്രതികരിച്ചു. അഴിമതി കണ്ടെത്തിയിട്ടും മുഖ്യമന്ത്രി പ്രതികരിച്ചില്ലെന്നാരോപിച്ച കേന്ദ്രമന്ത്രി V മുരളീധരൻ പ്രതിപക്ഷ നിലപാടിനെയും ചോദ്യം ചെയ്തു. ഇതിനേക്കാൾ വലിയ അഴിമതി ഇത്രയും വ്യക്തമായിട്ട് പുറത്തു വന്നതിന് ശേഷം മുഖ്യമന്ത്രി ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബാംഗ്ലൂരാണ്. കർണാടകം ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്. CBIയുടെയോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയോ ഒക്കെ അന്വേഷണം VD സതീശൻ കർണാടകത്തിലെ കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെടുമോ? എക്സാലോജിക്കിനെതിരായ അന്വേഷണത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് BJP കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. 24 തിരുവനന്തപുരം. എക്സാലോജിക്കിനെതിരായ ROC റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിക്കെതിരെയും പരാമർശം. CMRLൽ മുഖ്യമന്ത്രിക്ക് പരോക്ഷ നിയന്ത്രണമുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് CMRL കമ്പനിയിൽ നിക്ഷേപമുണ്ടെന്നും പരാമർശമുണ്ട്. എക്സാലോജിക്കുമായി നടന്നത് തൽപര കക്ഷി ഇടപാടാണ്. ഇത് വെളിപ്പെടുത്താതിരുന്നത് നിയമലംഘനമെന്നും രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ROC റിപ്പോർട്ടിന്റെ പകർപ്പ് 24ന് ലഭിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെ സർക്കാരുമായി ഒന്നിച്ചുള്ള സമരത്തിന് UDF ഇല്ല. ക്ഷണം നിരസിക്കാൻ ഓൺലൈനായി ചേർന്ന അടിയന്തര യോഗത്തിൽ തീരുമാനമായി. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ തീരുമാനം അറിയിക്കും. സർക്കാരിന്റെ ക്ഷണത്തിന് യോഗത്തിൽ അനുകൂല അഭിപ്രായമുണ്ടായില്ല. മുന്നണിയിലെ എല്ലാ പാർട്ടികളും ഒന്നിച്ചുള്ള സമരം വേണ്ടെന്ന് നിലപാടെടുത്തു. കേന്ദ്രത്തിനെതിരെ UDF നേരത്തെ തന്നെ സമരരംഗത്തുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും ധൂർത്തുമെന്നാണ് യോഗത്തിലെ വിലയിരുത്തൽ. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചത് UDF MPമാരെന്നും യോഗത്തിൽ നേതാക്കൾ അഭിപ്രായപ്പെട്ടു. LDFുമായി നിലവിലെ സാഹചര്യത്തിൽ ഒന്നിച്ച് സമരം ചെയ്യുന്നത് അണികളുടെ മനോവീര്യം തകർക്കുമെന്നും നേതാക്കൾ വിലയിരുത്തി. സർക്കാരിന്റെ ക്ഷണത്തിൽ തീരുമാനം വൈകുന്നത് മുന്നണിക്ക് ഗുണകരമാവില്ല എന്ന വിലയിരുത്തലിനെ തുടർന്നാണ് അടിയന്തരമായി ഓൺലൈൻ യോഗം ചേർന്നത്. യോഗ തീരുമാനം പ്രതിപക്ഷ നേതാവ് ഔദ്യോഗികമായി മുഖ്യമന്ത്രിയെ അറിയിക്കും. 24 തിരുവനന്തപുരം. മഹാരാജാസിൽ ചോരക്കളി. മഹാരാജാസ് കോളേജിൽ SFI യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാനെ കുത്തി പരുക്കേൽപ്പിച്ചത് പരിശീലനം ലഭിച്ച ക്രിമിനലുകൾ എന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ. SFI വിളിച്ചുവരുത്തിയ സംഘർഷമെന്നാണ് KSUവിന്റെ വിമർശനം. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി 15 പേർക്കെതിരെ കേസെടുത്തതോടെ കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു. ഇന്ന് പുലർച്ചെയാണ് മഹാരാജാസ് കോളേജിനുള്ളിൽ SFI യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുറഹ്മാന് കുത്തേറ്റത്. KSU ഫ്രട്ടേണിറ്റി പ്രവർത്തകരായ പെൺകുട്ടികളടക്കം 15 പേരാണ് കേസിലെ പ്രതികൾ. ആക്രമണത്തിന് പിന്നാലെ കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു. അധ്യാപകരടങ്ങുന്ന സമിതി വിഷയം അന്വേഷിക്കും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും അച്ചടക്ക നടപടികൾ. സംഘർഷത്തിനെ കുറിച്ചുള്ള അന്വേഷണം അതൊക്കെ ഗവൺമെൻറ് നിർദ്ദേശാനുസരണം കാര്യങ്ങൾ ബാക്കി ചെയ്യുന്നതാണ്. കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് വന്ന ഉടനെ ഫസ്റ്റ് ചെയ്തത് മീറ്റിംഗ് കൂടി ഈ തീരുമാനം എടുക്കുകയാണ് ചെയ്തത്. അതെ, കോളേജും കോളേജ് ഹോസ്റ്റലും. കാരണം അനിശ്ചിതകാലത്തേക്ക് കോളേജും കോളേജ് ഹോസ്റ്റലും. കാരണം കോളേജില്ലെങ്കിൽ കോളേജ് ഹോസ്റ്റലിൽ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ആക്രമണത്തിന് KSU ഫ്രട്ടേണിറ്റി സഖ്യം പ്രവർത്തിക്കുന്നുവെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ. SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടെ തന്നെ ക്യാമ്പസിനകത്തേക്ക് കടന്നു വന്നവരാണ് ഇവർ എന്നുള്ളതാണ് അക്രമത്തിന്റെ സ്വഭാവം വ്യക്തമാക്കുന്നത്. കഴുത്തിന് നേരെ കടാര വീശുന്ന സാഹചര്യം ഉണ്ടായി. ആ ഘട്ടത്തിൽ പിടിക്കാൻ വേണ്ടി, കൈകൊണ്ട് തടയാൻ വേണ്ടി കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ കഴുത്തിന് ഈ പറഞ്ഞ പോലെ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകാതിരുന്നത്. ഫ്രട്ടേണിറ്റിയെ കൂട്ടുപിടിച്ച് SFI ആക്രമിക്കേണ്ട സാഹചര്യം KSUവിനില്ലെന്നും
വേണ്ടി വന്നാൽ ഒറ്റയ്ക്ക് നേരിടാനുള്ള കരുത്തുണ്ടെന്നും അലോഷ്യസ് സേവ്യർ. ഫ്രട്ടർണിറ്റി എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ വാലിൽ കേശുവിനെ ഇവിടെ കൂട്ടിക്കെട്ടേണ്ടുന്ന സാഹചര്യമില്ല. ഇവിടെ മഹാരാജാസിൽ ഉണ്ടായ ആക്രമണത്തിൽ ആരാണ് പ്രതികൾ, അല്ലെങ്കിൽ ആരാണ് അതിൽ കുറ്റം ചെയ്തത്, ആരാണ് ആക്രമണത്തിന് നേതൃത്വം കൊടുത്തതെന്ന് പോലീസ് അന്വേഷിക്കട്ടെ. ഇതിൽ ഞങ്ങൾക്ക് യാതൊരു രീതിയിലേക്ക് ഫ്രട്ടർണിറ്റി ആയിട്ടോ മറ്റ് വിദ്യാർത്ഥി സംഘടനകളുമായിട്ട് സംഘം ചേർന്നുകൊണ്ട് SFIനെ തിരിച്ച് ചെയ്യേണ്ട കാര്യമില്ല. ആക്രമണത്തിൽ പ്രതികളായ ബിലാൽ, അമൽ എന്നിവരെ ആശുപത്രിയിലും ആംബുലൻസിലും കയറി SFI പ്രവർത്തകർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. 24 കൊച്ചി. എറണാകുളം മഹാരാജാസ് കോളേജിലെ അക്രമം വളരെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കോളേജ് അധികൃതർക്ക് നിർദ്ദേശം നൽകി. ക്ലാസുകൾ ഓൺലൈനായി ക്രമീകരിക്കും. തിങ്കളാഴ്ച രക്ഷാകർതൃ സമിതി യോഗവും ബുധനാഴ്ച വിദ്യാർത്ഥി സർവകക്ഷി യോഗവും ചേർന്ന ശേഷം എത്രയും പെട്ടെന്ന് കോളേജ് തുറന്ന് പ്രവർത്തിപ്പിക്കുമെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇപ്പോൾ ലഭിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. അയോധ്യ പ്രതിഷ്ഠാ ദിനമായ ഈ മാസം 22-ന് എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഗുജറാത്ത് സർക്കാർ, കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് നേരത്തെ ഉച്ചവരെയായിരുന്നു അവധി പ്രഖ്യാപിച്ചത്. ബൽറാം നെടുങ്ങാടിയുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. ബൽറാം, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ജനുവരി 22-ന് അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഗുജറാത്തിലെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗുജറാത്ത് സർക്കാർ. ഈ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഈ അവധി പ്രാബല്യത്തിൽ ഉണ്ടാകും. ഒപ്പം തന്നെ മറ്റ് സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഗുജറാത്തിലെ വിവിധ വ്യവസായ സംഘടനകൾ അടക്കമുള്ളവ അവധി ജനുവരി 22-ന് തുറന്നു പ്രവർത്തിക്കില്ല എന്ന് അറിയിച്ചിരുന്നു. ഗുജറാത്തിലെ ഗുജറാത്ത് ബിസിനസ് ഫെഡറേഷനാണ് ഈ പ്രസ്താവന ഇറക്കിയത്. തുടർന്ന് എല്ലാ മാർക്കറ്റുകളും അടച്ചിടും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ജനുവരി 22-ന് പകുതി ദിവസം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2:30 വരെ കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ, മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് അവധി ഉണ്ടാകും എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാർ കൗൺസിൽ അടക്കമുള്ളവർ ഈ ജനുവരി 22-ന് അവധി വേണം എന്ന ആവശ്യം ഇതിനകം തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ദിനമായ ജനുവരി 22-ന് എല്ലാ സർക്കാർ ജീവനക്കാർക്കും എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗുജറാത്ത് സർക്കാർ. നേരത്തെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഉച്ചവരെ അവധി നൽകിയിരുന്നു. മറ്റു വാർത്തയിലേക്ക്. കാൺപൂർ IITയിൽ വീണ്ടും വിദ്യാർത്ഥി ആത്മഹത്യ. 1-ാം വർഷ PhD വിദ്യാർത്ഥി പ്രിയങ്ക ജയ്സ്വാളാണ് ജീവനൊടുക്കിയത്. 1 മാസത്തിനിടെ കാൺപൂർ IITയിൽ നടക്കുന്ന 3ാമത്തെ ആത്മഹത്യയാണിത്. ജാർഖണ്ഡ് ധൂംക സ്വദേശിയാണ് പ്രിയങ്ക. ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. 10 ദിവസം മുൻപാണ് പ്രിയങ്ക കാൺപൂർ IITയിൽ പ്രവേശനം നേടിയത്. ഫോൺ ലഭിക്കാത്തതിനെ തുടർന്ന് പിതാവ് ഹോസ്റ്റൽ അധികൃതരെ അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കല്യാൺപൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആഞ്ഞടിച്ച് ജി സുധാകരൻ. MTക്കെതിരായ പരാമർശത്തിൽ തനിക്കെതിരെ ആദ്യം രംഗത്ത് വന്നത് സജി ചെറിയാനെന്ന് തുറന്നടിച്ച് മുൻമന്ത്രി ജി സുധാകരൻ. പാർട്ടി മുഖപത്രമായ ദേശാഭിമാനി തന്നെ അവഗണിക്കുകയാണ്, വ്യക്തിപൂജയെ പിന്തുണയ്ക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയ ജി സുധാകരൻ മുൻമന്ത്രി KK ശൈലജയെയും വിമർശിച്ചു. 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണനുമായുള്ള അഭിമുഖത്തിലാണ് തുറന്നുപറച്ചിൽ. ആലപ്പുഴ CPIMലെ വിഭാഗീയതയുടെ കൂടി പശ്ചാത്തലത്തിലാണ് സജി ചെറിയാനോടുള്ള അഭിപ്രായ വ്യത്യാസം ജി സുധാകരൻ പരസ്യമാക്കുന്നത്. MT വാസുദേവൻ നായരുടെ രാഷ്ട്രീയ വിമർശനത്തോടുള്ള തന്റെ പ്രതികരണത്തെ ആദ്യം ചോദ്യം ചെയ്തതാണ് പ്രകോപനം. MD വാസുദേവൻ നായർ പഠിപ്പിക്കാൻ വരണ്ട ജി സുധാകരൻ. എന്നാലും ഞാൻ ടെലിവിഷൻ കണ്ട ഞാൻ അങ്ങനെ വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം ഒന്നും പഠിപ്പിക്കേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറയത്തുമില്ല. കാരണം ഒരു സാധാരണ മനുഷ്യൻ പറഞ്ഞാലും നമ്മൾ പഠിക്കും. ജനങ്ങളിൽ നിന്ന് പഠിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും അതാണ് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നത്. ആലപ്പുഴയിൽ ജില്ലാ സെക്രട്ടറിയുടെ തീരുമാനങ്ങൾക്കൊപ്പമാണ് താൻ. സജി ചെറിയാനെ പറ്റി തന്നോട് ചോദിക്കാൻ മാത്രം പ്രാധാന്യം എന്തെന്നും ജി സുധാകരൻ. സജി ചെറിയാനുമായിട്ട് പഴയ ആ ഒരു സജി ചെറിയാൻ ആരാ? സജി ചെറിയാന്റെ കാര്യം ചോദിക്കപ്പെടുത്ത ആളാരാ? ഞാൻ ചോദിച്ചത് ആരാന്ന് ചോദിക്കാൻ ചോദിക്കത്തക്ക പ്രാധാന്യം എന്തായാലും എന്നോട് ചോദിക്കത്തക്ക പോലെ അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുക. അല്ല, താങ്കളുടെ പിന്തുണയിലാണല്ലോ അദ്ദേഹം ജില്ലാ സെക്രട്ടറിയായി ആ രംഗത്തിരുന്നപ്പോൾ ഞാൻ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. MT വാസുദേവൻ നായരെ കുറിച്ച് താൻ പറഞ്ഞത് ദേശാഭിമാനി പ്രസിദ്ധീകരിക്കാത്തതിലുള്ള അതൃപ്തിയും ജി സുധാകരൻ മറച്ചുവെച്ചില്ല. ഞാൻ എന്താ പറഞ്ഞെന്ന് കൊടുക്കാൻ ഉത്തരവാദിത്തമുള്ള പത്രം ദേശാഭിമാനിയല്ലേ? ഒരു വരി കൊടുത്തോ?
ഞാൻ എന്താണോ പറഞ്ഞത് അത് കൊടുത്തില്ലല്ലോ. മുഖ്യമന്ത്രിയോട് മുൻപുണ്ടായിരുന്ന അടുപ്പം ഇപ്പോഴില്ല. EMSനോടും AKGയോടും ആരാധന ഉണ്ടായിരുന്നെങ്കിലും വ്യക്തിപൂജ ഇല്ലായിരുന്നെന്നും ജി സുധാകരന്റെ വിശദീകരണം. ആത്മകഥ എഴുതിയ KK ശൈലജയ്ക്കുള്ള പരോക്ഷ വിമർശനം ഇങ്ങനെ: ഒരു ദിവസം പോലും ജയിലിൽ പോയി ലാത്ത് കൊണ്ട് ഒരു തല്ല് വാങ്ങിക്കാത്തവരൊക്കെ ഞാൻ കഥ എഴുതുക കേരളത്തിൽ. എന്ത് കഥ എഴുതുന്നേ? മന്ത്രിയായതാണോ കഥ? സഖാവി പറഞ്ഞത് മൈ ലൈഫ് ആസ് എ കോമ്രേഡ് എന്ന KK ശൈലജ ടീച്ചർ ആണോ? അതിനെപ്പറ്റി ആണോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ആണോ നിങ്ങൾ? പിന്നെ അല്ലെങ്കിൽ ആശയക്കുഴപ്പം വീണ്ടും വരും. ആശയക്കുഴപ്പം എന്തിനാണെന്നാ ചോദിച്ചത്? ഞാൻ പൊതുവെ പറയുകയാണ്. മുസ്ലിം ലീഗ് LDFലേക്ക് വരേണ്ട രാഷ്ട്രീയ സാഹചര്യം നിലവിലില്ലെന്നും ജി സുധാകരൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് 24. ഭരണഘടനയെക്കുറിച്ച് താൻ പറഞ്ഞത് ശരിയാണെന്ന് ആവർത്തിച്ച മന്ത്രി സജി ചെറിയാൻ ആ പരാമർശങ്ങൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. കുറച്ചുനാൾ കഴിയുമ്പോൾ താൻ പറഞ്ഞത് ശരിയാണെന്ന് എല്ലാവരും തിരിച്ചറിയുമെന്നും സജി ചെറിയാൻ പറഞ്ഞു. ഞാനിന്ന് രാവിലെ പത്രം എടുത്തപ്പോൾ ആ പത്രത്തിൻ്റെ കുഞ്ചുകുറിപ്പ് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇത് കേട്ട് ഒരുപാട് മടുത്തതാണ്. കേരളത്തിൽ ഭരണഘടനയെക്കുറിച്ച് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ എഴുതണമെന്ന് പറഞ്ഞു. ഉടനെ അതിനടിയിൽ എഴുതിയിരിക്കുകയാണ് സജി ചെറിയാനോട് ചോദിച്ചേക്കണം. ഞാൻ ഭരണഘടനയെ പറ്റി പറഞ്ഞത് ശരിയാണ്, അതൊരു മാറ്റവും ഇല്ല, അത് മാറ്റാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതൊക്കെ ഇല്ലേ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അറിഞ്ഞോളൂ. ഇതൊക്കെ എന്തിനാ ഇങ്ങനെ ആളുകളെ ആക്ഷേപിക്കുന്നത്? അയോധ്യയിലെ പ്രതിഷ്ഠാ ദിവസം പ്രഖ്യാപിച്ചിട്ടുള്ള മമതാ ബാനർജിയുടെ റാലി തടയാതെ കൊൽക്കത്ത ഹൈക്കോടതി. റാലി തടയണമെന്നാവശ്യപ്പെട്ടുള്ള സുവേന്ദു അധികാരിയുടെ ഹർജി തള്ളി. അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായ സുപ്രധാന പൂജകൾക്ക് ഇന്ന് തുടക്കമായി. രാംലല്ല ഗർഭഗൃഹത്തിലെത്തിച്ചതിന് പിന്നാലെയാണ് പൂജകൾ ആരംഭിച്ചത്. അതേസമയം പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ദിവസം കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മമതാ ബാനർജി പ്രഖ്യാപിച്ച സംപ്രീതി സർവ മത ഐക്യറാലിക്ക് എതിരായ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. ഹർജിയിലെ ആവശ്യങ്ങൾ പ്രസക്തമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. സുവേന്ദു അധികാരി സമർപ്പിച്ച ഹർജി നിലനിൽക്കുന്നതല്ലെന്ന് കോടതി നിരീക്ഷിച്ചു. രാമക്ഷേത്രത്തിന് എതിരല്ലെന്ന് തമിഴ്നാട് മന്ത്രി ഉദയനിധി സ്റ്റാലിനും ഇന്ന് വ്യക്തമാക്കി. എന്നാൽ പള്ളി പൊളിച്ച് ക്ഷേത്രം നിർമ്മിച്ചതിനെയാണ് എതിർക്കുന്നതെന്നും ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായുള്ള പ്രധാന ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കമായി. ഗണേശപൂജയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ക്ഷേത്രത്തിന്റെ വാസ്തുപൂജ നൂറുകണക്കിന് സന്യാസിമാരുടെ കാർമ്മികത്വത്തിൽ നടന്നു. അംബിക, വരുണ, മാതൃക പൂജകളും ക്ഷേത്രത്തിൽ പൂർത്തിയായി. രാംലല്ല എത്തിച്ച സാഹചര്യത്തിൽ ക്ഷേത്രത്തിന്റെ സുരക്ഷ CRPF കൂടുതൽ ശക്തമാക്കി. അയോധ്യയിലേക്കുള്ള തീർത്ഥാടക പ്രവാഹം ഇന്നും തുടരുകയാണ്. ക്ഷേത്ര ഉദ്ഘാടനത്തിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഉത്തർപ്രദേശിൽ നേതാക്കളുടെ കൂട്ടക്കൊഴിച്ചിൽ ഭീതിയിലാണ് കോൺഗ്രസ്. സംസ്ഥാനത്ത് മുതിർന്ന നേതാക്കളെ കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഈ സാഹചര്യത്തിൽ ദേശീയ നേതൃത്വം ആശയവിനിമയം ആരംഭിച്ചതായാണ് വിവരം. നിയന്ത്രണങ്ങൾ ശക്തമാണെങ്കിലും അയോധ്യയിലേക്ക് വലിയ രീതിയിലുള്ള ജനപ്രവാഹമാണ് ഇപ്പോഴുണ്ടാകുന്നത്. ഇതിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ നാളെ ചേരുന്ന ക്ഷേത്ര ട്രസ്റ്റിന്റെ യോഗം വിലയിരുത്തും. ക്യാമറമാൻ യോഗേഷ് സിംഗിനൊപ്പം അയോധ്യയിൽ നിന്നും R. രാധാകൃഷ്ണൻ, 24. ക്രിസ്ത്യൻ സമുദായത്തെ ലക്ഷ്യമിട്ട് RSS നടത്തുന്ന പ്രവർത്തനങ്ങളെ തിരിച്ചറിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആടുകളുടെ വേഷം ധരിച്ച ചെന്നായ്ക്കളിൽ നിന്ന് കേരളത്തെ അകറ്റി നിർത്താൻ സർക്കാരിനായെന്നും പിണറായി പറഞ്ഞു. പത്തനംതിട്ട കുമ്പനാട് നടന്ന ഇന്ത്യ പെന്തക്കോസ്ത് സഭ ദശാബ്ദി കൺവെൻഷനിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നാണ് യേശു പഠിപ്പിച്ചത്. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി നമ്മുടെ അയൽക്കാർ മതത്തിൻ്റെ, ജാതിയുടെ, ഭാഷയുടെ ഒക്കെ പേരിൽ ആക്രമിക്കപ്പെടുന്നു. ബൈബിൾ വചനം ഉദ്ധരിച്ച് മതനിരപേക്ഷതയുടെ പ്രസക്തി പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ RSS വിമർശനം. രാജ്യത്ത് പൊതുവിലും കേരളത്തിൽ വിശേഷിച്ച് ക്രിസ്ത്യൻ സമുദായത്തെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നതും നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്ത്യൻ വോട്ടുകൾ സമാഹരിച്ച് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുക എന്ന കുതന്ത്രമാണ് പയറ്റപ്പെടുന്നത്. ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളിൽ നിന്ന് കേരളത്തെ അകറ്റി നിർത്തി. കേരളത്തിലെ ചിലയിടങ്ങളിൽ ന്യൂനപക്ഷങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യം തടയുന്ന നിലപാടുകൾ ഉണ്ടായെന്നും മുഖ്യമന്ത്രി. ഏറ്റവും വലിയ വർഗീയ പ്രസ്ഥാനം ക്രിസ്ത്യൻ മതവിശ്വാസികളോട് ചെയ്യുന്ന കുടിലതകളുടെ ചരിത്രം ഇപ്പോൾ മണിപ്പൂർ വരെ എത്തി നിൽക്കുകയാണ്. ഹൈന്ദവ ദേശീയതയുടെ മറ്റൊരു പതിപ്പാണ് മണിപ്പൂരിൽ കണ്ടത്. നൂറുകണക്കിന് പള്ളികളാണ് നശിപ്പിക്കപ്പെട്ടത്. മണിപ്പൂർ കലാപം ഓർമ്മിപ്പിച്ച് സംഘപരിവാറിനെ അകറ്റി നിർത്താൻ ക്രിസ്തീയ വിശ്വാസികൾ ശ്രദ്ധിക്കണമെന്ന് കൂടി പരാമർശിച്ചാണ് മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത്. 24 പത്തനംതിട്ട.
നിയമസഭാ സമ്മേളനത്തിന്റെ നയപ്രഖ്യാപനത്തിന് ഗവർണറെ ക്ഷണിച്ച സ്പീക്കർ എൻ ഷംസീർ രാജ്ഭവനിലെത്തിയാണ് സ്പീക്കർ ഗവർണറെ ക്ഷണിച്ചത്. ഗവർണർ വായിക്കേണ്ട നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് മന്ത്രിസഭ അംഗീകാരം നൽകി. നയപ്രഖ്യാപനത്തിലെ കേന്ദ്ര സർക്കാർ വിരുദ്ധ പരാമർശങ്ങൾ ഗവർണർ വായിക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. നിയമസഭയിൽ സർക്കാരിന്റെ നയം പ്രഖ്യാപിക്കുന്നതിന് ഗവർണറെ ക്ഷണിക്കാൻ സ്പീക്കർ എൻ ഷംസീർ രാജ്ഭവനിലെത്തിയത് വൈകിട്ട് 6-ന്. ഗവർണർ സ്പീക്കർ കൂടിക്കാഴ്ച 20 മിനിറ്റ് നീണ്ടു. സർക്കാരിനോടുള്ള വിമുഖത പ്രകടമാക്കുന്നതായിരുന്നു ഗവർണറുടെ ശരീരഭാഷ. ഈ മാസം 25-ന് നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ നയപ്രഖ്യാപനം നടത്തുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. നയപ്രഖ്യാപനത്തിന്റെ കരട് തയ്യാറാക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥരെ സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നു. കരടിന് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. കരട് ഉടൻ തന്നെ ഗവർണർക്ക് കൈമാറും. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ നയപ്രഖ്യാപനത്തിലുണ്ടാകും. ഇത് ഗവർണർ വായിക്കുമോ എന്നതിൽ അവ്യക്തത നിലനിൽക്കുകയാണ്. മുൻകാലങ്ങളിൽ പ്രസംഗത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ ഗവർണർമാർ ഒഴിവാക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 2-നാണ് ബജറ്റ് അവതരിപ്പിക്കുക. നവകേരള സദസ്സിന് ബസ് വാങ്ങിയതിനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ബസ് വാങ്ങി സൗകര്യങ്ങൾ ക്രമീകരിച്ച ഗതാഗത സെക്രട്ടറിയുടെ നടപടിക്കാണ് സാധൂകരണം നൽകിയത്. 1.05 കോടി രൂപ ചെലവഴിച്ചാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഞ്ചരിക്കാൻ ബസ് വാങ്ങിയത്. 24 തിരുവനന്തപുരം. ഫോക്കസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.